നിയമസഭാ മണ്ഡലങ്ങളിലെ ജില്ലാതല അവലോകനം നടത്തുകയാണ് കേരള വിഷൻ ന്യൂസ്. കാണാം കോട്ടയം ജില്ലയിലെ അവലോകനം. കോട്ടയം ജില്ല മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ് കോട്ടയം ജില്ല. കേരള കോൺഗ്രസ് ഏതു മുന്നണിക്കൊപ്പമാണോ അവർക്കൊപ്പമാണ് ജില്ലയുടെ ജനമനസ്സും. റബ്ബർ കർഷകരാണ് ജില്ലയുടെ നെടുംതൂണ്. കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള രാഷ്ട്രീയത്തിന് വളക്കൂറുള്ള മണ്ണാണ് കോട്ടയം ജില്ലയുടേത്. വളരും തോറും പിളർന്നും ഇടയ്ക്കിടെ പരസ്പരം ലയിച്ചും പിന്നെയും പിളർന്നും 4-5 പാർട്ടികളായി തുടരുന്ന കേരള കോൺഗ്രസുകളിൽ മാണി ഗ്രൂപ്പിനാണ് ജില്ലയിൽ വേരോട്ടം. ജില്ലയിൽ മാണി ഗ്രൂപ്പിനേക്കാൾ ശക്തരാണ് കോൺഗ്രസ്. ബാർക്കോഴയിൽ കേരള കോൺഗ്രസിനെതിരെ വാളെടുത്തെങ്കിലും അധ്വാനവർഗ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായ KM മാണിക്ക് ശേഷം പാർട്ടിയെ കൂടെ നിർത്താൻ കഴിഞ്ഞ തന്ത്രപരമായ മികവാണ് ജില്ലയിൽ LDFന് തുണയാവുന്നത്. 50% വരുന്ന ഹൈന്ദവ സമുദായമാണ് ജില്ലയിൽ പ്രധാന വോട്ട് ബാങ്ക്. 43% വരുന്ന ക്രിസ്ത്യൻ വിഭാഗവും 7% വരുന്ന മുസ്ലിങ്ങളും തെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണ്ണയിക്കുന്നു. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിർണായക സ്വാധീനമാണ് കേരള കോൺഗ്രസിന് ഉള്ളത്. 3 വോട്ട് ബാങ്കുകളെയും കൂടെ നിർത്താനായതോടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ജില്ലയിൽ നേട്ടമുണ്ടാക്കാനായി. ജില്ലയിൽ നേട്ടമുണ്ടാക്കാനായെങ്കിലും KM മാണിയുടെ സ്വന്തം തട്ടകമായ പാലായിൽ ജോസ് കെ മാണിക്ക് അടിതെറ്റിയത് കേരള കോൺഗ്രസിന് നാണക്കേടായി. പാല തിരിച്ചുപിടിക്കലാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന വലിയ വെല്ലുവിളി. 9 മണ്ഡലങ്ങളാണ് ജില്ലാ പരിധിയിൽ വരുന്നത്. പാല, കടുത്തുരുത്തി, വൈക്കം, ഏറ്റുമാനൂർ, കോട്ടയം, പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ എന്നിവയാണ് കോട്ടയം ജില്ലയിലെ മണ്ഡലങ്ങൾ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിയിലേക്കെത്തിയ കേരള കോൺഗ്രസ് എമ്മിന്റെ സഹായത്തോടെ ജില്ലയിൽ പിടിമുറുക്കിയ LDF 5 മണ്ഡലങ്ങളിൽ വിജയം കൊയ്തു. വൈക്കം, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ മണ്ഡലങ്ങളിലാണ് LDF വിജയിച്ചത്. പാല, കടുത്തുരുത്തി, കോട്ടയം, പുതുപ്പള്ളി മണ്ഡലങ്ങളാണ് UDF വിജയിച്ചത്. കേരള കോൺഗ്രസ് മുന്നണിയിലെത്തിയതോടെ ഇടതുമുന്നണി വിട്ട മാണി സി കാപ്പൻ KM മാണി അന്തരിച്ച ഒഴിവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF പിന്തുണയോടെ മണ്ഡലം കൈപ്പിടിയിലൊതുക്കി. പിന്നാലെ വന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയെ വൻ ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ച് മാണി സി കാപ്പൻ മണ്ഡലം നിലനിർത്തി. ഇത്തവണ NDA സ്ഥാനാർത്ഥിയായി ഷോൺ ജോർജ് എത്തിയതോടെ കടുത്ത ത്രികോണ മത്സരമാണ് പാലയിൽ നടക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ വൻ വിജയം കരസ്ഥമാക്കിയതോടെ 2 തെരഞ്ഞെടുപ്പുകളിലും ജില്ല ആർക്കൊപ്പമാണെന്ന സൂചനയാണ് നൽകിയത്. കഴിഞ്ഞ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും കോട്ടയം ജില്ല UDFന് ഒപ്പമാണ് നിന്നത്. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി 2019 UDFന് ഒപ്പം നിന്ന് വിജയിച്ച തോമസ് ചാഴിക്കാടൻ 2024 UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനോട് തോറ്റു. ജില്ലയിൽ വൈക്കം ഒഴികെയുള്ള 6 മണ്ഡലങ്ങൾ UDFന് മികച്ച ലീഡ് നൽകി. ജില്ലയിൽ NDA ശക്തമായ സാന്നിധ്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും NDAക്ക് 20,000-നും 27,000-നും ഇടയിൽ വോട്ടുണ്ട്. പാലയിൽ ഷോൺ ജോർജിനെയും വൈക്കത്ത് CPI വിട്ടുവന്ന K അജിത്തിനെയും ഇറക്കിയാണ് NDAയുടെ ഫലപരീക്ഷണം. പൂഞ്ഞാറാണ് ജില്ലയിലെ ശ്രദ്ധേയമായ മറ്റൊരു മണ്ഡലം. UDF സ്ഥാനാർത്ഥിയായും സ്വതന്ത്രനായും പൂഞ്ഞാറിൽ നിന്ന് നിയമസഭയിലെത്തിയ ജോർജ് ഇത്തവണ BJP സ്ഥാനാർത്ഥിയായാണ് പോരിന് ഇറങ്ങിയിരിക്കുന്നത്. 2021 കേരള ജനപക്ഷം സ്ഥാനാർത്ഥിയായി മത്സരിച്ച ജോർജ് 2ാം സ്ഥാനത്ത് എത്തി. ത്രികോണ മത്സരത്തിനാണ് പൂഞ്ഞാർ ഇത്തവണ സാക്ഷ്യം വഹിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം ഇടതുമുന്നണിക്ക് അത്ര പ്രതീക്ഷ നൽകുന്നതല്ല. ജില്ലാ പഞ്ചായത്ത് ഭരണം നിലനിർത്തിയെങ്കിലും 5 ഡിവിഷനുകൾ UDF പിടിച്ചു. മുനിസിപ്പാലിറ്റികളിൽ UDF മേൽക്കൈ നേടി. ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും കനത്ത തിരിച്ചടി നേരിട്ടു. 5 പഞ്ചായത്തുകളിൽ NDA ഭരണം പിടിച്ചു. തദ്ദേശഫലം നിയമസഭാ മണ്ഡലം തലത്തിൽ വിലയിരുത്തുമ്പോൾ UDFനാണ് മേൽക്കൈ. 6 മണ്ഡലങ്ങളിൽ UDFും 3 മണ്ഡലങ്ങളിൽ LDFും മുന്നിലെത്തിയതായി കാണാം. നിലവിൽ LDF മണ്ഡലങ്ങളായ ഏറ്റുമാനൂരിലും ചങ്ങനാശ്ശേരിയിലും പൂഞ്ഞാറിലും UDF മുന്നിലെത്തി. നിലവിൽ UDF മണ്ഡലമായ പാലയിൽ നേരിയ വോട്ടിന് LDF ആണ് മുന്നിലെത്തിയത്. ചില മണ്ഡലങ്ങളിലെങ്കിലും ചാഞ്ചാട്ട സ്വഭാവം പ്രകടമാണ്. റബ്ബറിന്റെ വിലക്കുറവും വന്യമൃഗശല്യവും എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ ചില പരാതികളും LDFന് കോട്ടയം ജില്ലയിൽ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ജില്ലയിൽ ഏത് മുന്നണി ജയിച്ചാലും പാലായിൽ ജോസ് കെ മാണിക്കും പൂഞ്ഞാറിൽ PC ജോർജിനും ഇത്തവണ തെരഞ്ഞെടുപ്പ് ഫലം നിർണായകമാണ്.